ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട ഒരുക്കങ്ങളിലേക്ക് കടന്ന് ജില്ലാ ഭരണകൂടം. തിരഞ്ഞെടുപ്പിനുള്ള വോട്ടിംഗ് യന്ത്രങ്ങളും വിവിപാറ്റും കളക്ടറേറ്റിലെ വെയർഹൌസിൽ നിന്ന് വിതരണ സ്വീകരണ കേന്ദ്രങ്ങൾക്ക് കൈമാറി. വോട്ടിംഗ് യന്ത്രങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവും പതിപ്പിക്കൽ ഇന്നും നാളെയുമായി നടക്കും. ബാലറ്റ് ലേബലുകൾ ഇവിഎം ബാലറ്റ് യൂണിറ്റുകളിൽ പതിച്ച് സീൽ ചെയ്യുന്നതാണ് കാൻഡിഡേറ്റ് സൈറ്റിംഗ് പ്രക്രിയ. വോട്ടിംഗ് മെഷീനുകളുടെ സ്വീകരണ വിതരണ കേന്ദ്രങ്ങളിൽ അതത് നിയമസഭാ മണ്ഡലങ്ങളുടെ ചുമതലയുള്ള റിട്ടേണിംഗ് ഓഫീസർ, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ എന്നിവരുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് വോട്ടിംഗ് മെഷീനുകളിൽ സ്ഥാനാർത്ഥികളുടെ പേര്, ചിഹ്നം, ഫോട്ടോ എന്നിവയടങ്ങിയ ബാലറ്റ് പതിപ്പിക്കുക. തുടർന്ന് വോട്ടിംഗ് യന്ത്രങ്ങൾ സ്വീകരണ വിതരണ കേന്ദ്രങ്ങളിലെ സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റും. ഇവിടെ നിന്നും പോളിംഗ് ദിവസത്തിന്റെ തലേന്ന് ഉദ്യോഗസ്ഥർക്ക് വിതരണം ചെയ്യും. ജില്ലയിൽ 16 നിയോജക മണ്ഡലങ്ങളിലായി 95 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. സ്വതന്ത്രർ ഉൾപ്പെടെ സ്ഥാനാർത്ഥികൾക്കുള്ള ചിഹ്നങ്ങൾ അതത് വരണാധികാരികൾ അനുവദിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളുള്ളത് 9 പേർ മത്സരിക്കുന്ന തിരൂരിലാണ്. നിലമ്പൂർ, വണ്ടൂർ, മങ്കട മണ്ഡലങ്ങളിൽ 4 വീതവും തവനൂർ, കൊണ്ടോട്ടി, മഞ്ചേരി, തിരൂരങ്ങാടി മണ്ഡലങ്ങളിൽ 5 വീതവും സ്ഥാനാർത്ഥികളും രംഗത്തുണ്ട്. എഡിറ്റർ ലൈവ്, മലപ്പുറം. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.